ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന GoPro Hero 9 ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് GoPro Hero 9ൻ്റെ ബോക്സിൻ്റെ ചുറ്റിനും ഒന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ക്യാമറയുടെ മിക്ക സ്പെസിഫിക്കേഷനും എഴുതിയിട്ടുണ്ട്. പുറകിലായിട്ട് GoPro ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പടവും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊരു ഇമേജ് അവർ നൽകിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. സോ എടുക്കുമ്പോൾ തന്നെ ഒരു ബാഗ് പോലത്തെ ഒരു പൗച്ചിനകത്താണ് ബോക്സ് വരുന്നത്. സിബ്ബഡാണ്. സോ നമുക്ക് തുറന്ന് നോക്കാം. സോ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ക്യാമറ ഇരിക്കുന്നത് കാണാം. പിന്നെ ബോക്സിനകത്തൊരു കേബിൾ എടുത്തിട്ടുണ്ട്. ചാർജിങ് കേബിൾ ടൈപ്പ് C ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് ചാർജ് കയറിക്കോളും. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ബാറ്ററിയാണ്. ചെറിയ ബാറ്ററിയാണ് വരുന്നത്. വളരെ ചെറിയ ബാറ്ററിയാണ്, കുഞ്ഞു ബാറ്ററിയാണ്. നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് അഡീഷണൽ അതിനകത്ത് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. സോ അടുത്തായിട്ട് പേപ്പേഴ്സാണ്. ഈ ക്യാമറയുടെ പേപ്പേഴ്സാണ്. 1 ഇയർ വാറൻറ്റി കാർഡും പിന്നെ GoProയുടെ സ്റ്റിക്കേഴ്സും പിന്നെ പരസ്യത്തിൻ്റെ ഒരു കാർഡും പിന്നെ യൂസർ മാനുവലുമാണ് ഇതിനകത്ത് വരുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ എടുക്കാം. സോ ഇതാണ് GoPro Hero 9 എന്ന് പറയുന്ന ക്യാമറ. സോ ഇതിൻ്റെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ പുറകിലൊരു ഡിസ്പ്ലേ ഉണ്ട്, ഫ്രണ്ടിലൊരു ഡിസ്പ്ലേ ഉണ്ട്. പുറകെ ഒരു ചെറിയ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അത് സെൽഫിയൊക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ വേണ്ടിയാണ്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ബാറ്ററി ഇടാനുള്ള സ്ഥലമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ GoPro Hero 9 ഇതിൻ്റെ ബാറ്ററി ഇടാം. സോ ആദ്യമേ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇച്ചിരി ടൈറ്റായിരിക്കും. അത് ബാറ്ററി ഇടുന്ന സ്ഥലം ഒന്ന് ഓപ്പൺ ആക്കാൻ. അതിനകത്ത് ആ പോർട്ടിൻ്റെ മേളിലായിട്ട് തന്നെയാണ് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും അവിടെ തന്നെയാണ് ചാർജിങ് ടൈപ്പ് C പോർട്ടും. മെമ്മറി കാർഡ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒന്നും ഈ ക്യാമറയ്ക്കില്ല. ഇനി നമുക്ക് ഈ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. സോ ഇപ്പോൾ നമ്മുടെ ക്യാമറ ഓണായിട്ടുണ്ട്. GoPro എന്നൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി നമുക്ക് സെറ്റപ്പ് മൊത്തം കംപ്ലീറ്റ് ആക്കണം. സോ സെറ്റപ്പ് മൊത്തം കംപ്ലീറ്റ് ആക്കാം. ഇനി നമ്മുടെ ഫോണിൽ GoPro ഇൻസ്റ്റാൾ ആക്കിയിട്ട് ക്യാമറയായിട്ട് കണക്ട് ചെയ്യണം. സോ ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് GoPro ആപ്പ് ഇൻസ്റ്റാൾ ആക്കി ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാം. സോ ഇതിനകത്ത്
ഗോപ്രോയുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഗൂഗിളുമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ ക്യാമറയായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ക്യാമറയുടെ സെറ്റിങ്സ് 180p 60 fps കിടക്കുന്നത്. മറ്റ് ഗോപ്രോയിനേക്കാളും ഇച്ചിരി കൂടെ സൈസുള്ള ഒരു ക്യാമറയാണ് GoProHero9. അത് ആദ്യമായിട്ടാണ് ഒരു ബാക്ക് സൈഡിൽ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള GoPro ഇറങ്ങുന്നത്. അത് ഈ GoProHero9 ആണ്. സൈസ് കൂടിയിരിക്കുന്ന കാരണം കുറച്ചും കൂടെ വെയിറ്റും കൂടിയിട്ടുണ്ട് ഈ GoProHero9. ഇപ്പോൾ ഡിസ്പ്ലേയുടെ സ്ക്രീനിൻ്റെ സൈസും കൂടിയിട്ടുണ്ട്. പുറകിലെ ഡിസ്പ്ലേയുടെ സൈസ് 2.7 ഇഞ്ചാണ്. നേരത്തെ ഗോപ്രോനേക്കാളും ഒത്തിരി ഫീച്ചർ അടങ്ങിയിട്ടുള്ള പുതിയ ഒരു ഗോപ്രോയാണ് GoProHero9. ഒത്തിരി ഫീച്ചേഴ്സ് ഈ ക്യാമറയിൽ ഈ തവണ അവർ നൽകിയിട്ടുണ്ട്. ഒരു ബാക്കിൽ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെൽഫി എടുക്കാൻ നേരത്ത് നല്ല ഉപകാരപ്രദമാണ്. കാരണം കഴിഞ്ഞ ഗോപ്രോയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും ബാക്ക് ഡിസ്പ്ലേ ഇല്ലാത്ത കാരണം കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ അവർ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് ആ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ GoPro അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ GoProയിൽ 5K നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. നേരത്തെ GoProയിൽ 4K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ Hero9ലേക്ക് വന്നപ്പം 5K ഇട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. സോ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ വൈഡ് നോക്കാം. ഇത് നാരോ മോഡാണ്, അതായത് നമ്മൾ സാധാ കാണുന്ന പോലെയാണ് ഈ മോഡ്. ഇതിൻ്റെ വൈഡ് 4 ടൈപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. നാരോ ടൈപ്പും മാക്സ് സൂപ്പർ വ്യൂവും സാധാ വൈഡും പിന്നെ ലീനിയർ എന്ന് പറയുന്ന മോഡിൽ നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് വൈഡ് എടുക്കാൻ പറ്റും. പിന്നെ ആ സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഞെക്കിക്കഴിയുമ്പോൾ നമുക്ക് റെസൊല്യൂഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര FPS എന്നൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പിന്നെ ഇതിനകത്ത് ടൈമറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെൽഫി എടുക്കുമ്പോൾ ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഈ ക്യാമറയ്ക്ക് HyperSmooth 3 എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ അൾട്രാ സ്റ്റെബിലൈസേഷൻ കാണും. അടിപൊളിയായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന ക്യാമറയാണിത്. നമ്മൾ എന്തേലും ഓടിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ അടിപൊളിയാണ്. ഇളകത്തൊന്നുമില്ല. ഇളകിപ്പറഞ്ഞുള്ള ഷൂട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള ഷൂട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ക്യാമറയുടെ മോഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് വെച്ച് നമുക്ക് കമാൻഡ്സ് പറയാൻ പറ്റും. പിന്നെ ബീപ്പ് സൗണ്ട് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ വരുന്ന HindSight എന്ന് പറയുന്ന ഒരു മോഡാണ്. അത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്നൊരു ദൃശ്യം കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്കത് എടുക്കണമെന്ന് തോന്നും. ഓണാക്കി വരുമ്പോഴത്തേനും അത് കഴിഞ്ഞു പോകുമായിരിക്കും. സോ അതിനു വേണ്ടിയാണ് ഈ മോഡ് അവർ നൽകിയിരിക്കുന്നത്. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡല്ലേലും ഓണായിരിക്കും. അപ്പോൾ നമുക്ക് 30 സെക്കൻഡിൻ്റെ ബാക്കിലുള്ള ദൃശ്യങ്ങൾ കിട്ടും. അത് സേവ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കി നമുക്ക് സേവ് ചെയ്യാനും പറ്റും. പിന്നെ ഈ മോഡ് ഓണാക്കിയിട്ടാൽ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവും. കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിലും അത് ക്യാമറ ഓണായി തന്നെയാണ് കിടക്കുന്നത്. സോ അത് ബാറ്ററി ഡ്രെയിൻ ചെയ്യും.
പിന്നെ ഇതിനകത്ത് ലോക്ക് ചെയ്യാൻ പറ്റും. ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും കൈ തെറ്റി വേറെ ഇതിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു മോഡുണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ ലോക്ക് ആയിക്കോളും. പിന്നെ ഇത് പുറകിലത്തെ ഡിസ്പ്ലേ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണണോ അത് ടിൽറ്റായിട്ട് കാണണോ എന്നുള്ള നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിൽ ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ക്യാമറയിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും നോക്കാം. വൈഡ് മോഡ് ഇട്ടിട്ട് സെൽഫി എടുക്കുമ്പോഴത്തേനും മുഖമൊക്കെ ശരിക്കും മാറിയാണ് ഇരിക്കുന്നത്. സോ നാരോ മോഡ് ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് എടുക്കാൻ പറ്റും. സൂപ്പർ വൈഡിലോട്ടൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് നല്ല വൈഡ് കിട്ടും, പക്ഷേ നമ്മുടെ മുഖം ഏതാണ്ട് പോലെയൊക്കെ ആയി പോകുന്നുണ്ട്. പിന്നെ ഈ ഗോപ്രോയ്ക്കകത്ത് ഷെഡ്യൂൾഡ് ക്യാപ്ചർ എന്ന് പറയുന്ന മോഡുണ്ട്. ആ മോഡ് ഉപയോഗിക്കുന്നത് ചിലപ്പം നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ സൺസെറ്റും സൺറൈസും ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡിൽ വെച്ച് കറക്റ്റ് ആ ടൈം സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ക്യാമറ ആ സമയമാകുമ്പോൾ തന്നെ ഓണാവും. തന്നെ ഓണായിട്ട് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. അത് തന്നെ നമുക്ക് ടൈം എത്ര നേരം വരെ ക്യാപ്ചർ ചെയ്യണമെന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അത്ര നേരം വരെ അത് ക്യാപ്ചർ ചെയ്തിട്ട് തന്നെ ഓഫായിരിക്കും. നമുക്ക് അത് ആ വിഷ്വൽസ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിനകത്ത് കമാൻഡ്സ് എഴുതിയിട്ടുണ്ട്. ഗോപ്രോ ക്യാപ്ചർ. സോ അത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സൗണ്ട് ഉപയോഗിച്ച് ആരുടെ സൗണ്ട് വേണമെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം. നമ്മുടെ സൗണ്ട് തന്നെ സെറ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. സോ അതിനകത്ത് ഡിസ്പ്ലേ സെറ്റിങ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ്സും സ്ക്രീൻ സേവറും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വയർലെസ് കണക്ഷനായിട്ട് GPS കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈഫൈയും കൊടുത്തിട്ടുണ്ട്. വൈഫൈ 5 GHz 2.4 GHz നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഈ ക്യാമറയുടെ സൈഡിൽ ഒരു മോഡ് ബട്ടൺ ഉണ്ട്. അത് ഞെക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ മോഡിലോട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ മോഡിലോട്ട് സ്വൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ടൈം സ്ലാപ്പും ഈ ക്യാമറയിൽ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഗോപ്രോയ്ക്ക് ബാറ്ററി കപ്പാസിറ്റി അവർ കൂട്ടിയിട്ടുണ്ട്. 1720 mAh ബാറ്ററി ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഫീച്ചറും എല്ലാം ഉള്ള ഈ ക്യാമറയ്ക്കകത്ത് ഇത്രയും mAh ഉണ്ടെന്ന് പറഞ്ഞാലും വലിയ കാര്യമില്ല. കാരണം ബാറ്ററി നല്ലതായിട്ട് ഡ്രെയിൻ ആകുന്നുണ്ട്. സോ നമ്മൾ ലോങ് ട്രിപ്പൊക്കെ ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ ഒരു ബാറ്ററി കരുതുക. ഒരെണ്ണം ചാർജ് ചെയ്യുമ്പം ഒരെണ്ണം ഉപയോഗിക്കാനും എടുക്കാവുന്ന പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ ഈ ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്ന സെൻസർ 20 MP ക്യാമറയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അത്രയും MP കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിഷ്വൽസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് സ്ലോ മോഷൻ മോഡുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്ത് സ്ലോ മോഷൻ എടുക്കാവുന്നതാണ്. 5K ഷൂട്ട് ചെയ്യുമ്പോൾ 30 FPS 4K ഷൂട്ട് ചെയ്യുമ്പോൾ 60 FPS ആണ്. 2.7K 120 FPS നമുക്ക് ഇതിനകത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ മോഡും ഓണാക്കി നമ്മൾ ഹൈ പെർഫോമൻസിൽ ഇടുമ്പോഴത്തേനും ബാറ്ററി ഇച്ചിരി ഡ്രെയിൻ ആവുന്നുണ്ട്. നമ്മളത് മിക്ക മോഡും ഓഫായി GPS എല്ലാം ഓഫാക്കി ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. അത് കുഞ്ഞ് ബാറ്ററി തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നെ ഈ ക്യാമറയുടെ വില കടയിലാണ് പോയി എടുത്തത്. 45,900 രൂപയോളമായി.
കാണാൻ ചെറുതായാലും പൈസയുടെ ഫീച്ചേഴ്സ്, പൈസ കൊടുത്ത് വാങ്ങിച്ചതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കാണാൻ തന്നെ ഉണ്ട്. നല്ല ഫീച്ചേഴ്സും നല്ല ക്വാളിറ്റി വരുന്ന ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും പോരായ്മയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേനും ഡിലേ ഒന്നും വരുന്നില്ല, സ്പീഡിൽ തന്നെ എല്ലാം ആവുന്നുണ്ട്. സോ ഇതൊക്കെയാണ് GoPro Hero9ൻ്റെ സ്പെസിഫിക്കേഷനും അൺബോക്സിങ്ങും റിവ്യൂവും. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.